നമസ്കാരം, എല്ലാവർക്കും മധുസ് ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐസൊലേഷൻ ട്രാൻസ്ഫോർമറിനെ കുറിച്ചാണ് പഠിച്ചത്. ആ വീഡിയോയിൽ പലരും പല സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആ സംശയങ്ങൾക്കുള്ള വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ സംശയം, 2 ലൈനിലും കൂടി തൊട്ടാൽ ഷോക്ക് അടിക്കില്ലേ എന്നാണ്. ഷോക്ക് അടിക്കും. സെക്കൻഡറിയുടെ 2 ലീഡിലും കൂടി ഒന്നിച്ച് തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കും. അടുത്ത സംശയം, ഫേസിലും ന്യൂട്രലിലും ടെസ്റ്റർ കത്തില്ലേ എന്നുള്ള സംശയമാണ്. നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനിതിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു എക്സ്റ്റൻഷൻ കോഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് സെക്കൻഡറി. നമുക്കിതിൽ ടെസ്റ്റ് വെച്ച് നോക്കാം. ഇത് കത്തുന്നുണ്ട്, ഫേസിൽ കത്തുന്നുണ്ട്, അതുപോലെ ന്യൂട്രലിലും കത്തുന്നുണ്ട്. ഫേസിലും ന്യൂട്രലിലും ടെസ്റ്റർ കത്തും. കാരണം ഇതിൻ്റെ സെക്കൻഡറിയുടെ ന്യൂട്രൽ എർത്തുമായി ബന്ധിപ്പിച്ചിട്ടില്ല, ഭൂമിയായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല. അത് കാരണം അതിൽ രണ്ടിലും ടെസ്റ്റർ കത്തും. മറ്റൊരു സംശയം, എല്ലാ ട്രാൻസ്ഫോർമറുകളും ഇതുപോലെ തന്നെ അല്ലേ എന്നാണ്. എല്ലാ ട്രാൻസ്ഫോർമറും ഇതുപോലെ അല്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസറിൻ്റെയൊക്കെ ട്രാൻസ്ഫോർമർ ഉണ്ട്. അതിന് ഓട്ടോ ട്രാൻസ്ഫോർമർ എന്ന് പറയും. ആ ട്രാൻസ്ഫോർമർ ഈ ട്രാൻസ്ഫോർമർ പോലെയല്ല. ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോർമറിൽ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ബന്ധമില്ല, നേരിട്ട് ബന്ധമില്ല. ഒരു ഇൻഡക്ഷനാണത്. നേരെ മറിച്ച് നമ്മൾ സ്റ്റെബിലൈസറിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറിന് ഓട്ടോ ട്രാൻസ്ഫോർമർ എന്ന് പറയും. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സിമ്പലാണിത്. ഇതിൽ പ്രൈമറിയും സെക്കൻഡറിയും ഒന്നിച്ച് ഒറ്റ വൈൻഡിങ്ങാണ്. ഈ ഒറ്റ വൈൻഡിങ്ങിൽ നിന്നാണ് പ്രൈമറിയും സെക്കൻഡറിയും എടുക്കുന്നത്. ഇത് നമുക്ക് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറാണ് ഓട്ടോ ട്രാൻസ്ഫോർമർ. സ്റ്റെബിലൈസറിൽ നമ്മൾ വോൾട്ടേജ് കൂടുമ്പോൾ അത് കുറയ്ക്കാനും വോൾട്ടേജ് കുറയുമ്പോൾ അത് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏത് ടെർമിനലിൽ തൊട്ടാലും ഷോക്ക് അടിക്കും. കാരണം ഇത് ഐസൊലേറ്റ് ചെയ്തിട്ടില്ല. പ്രൈമറിയും സെക്കൻഡറിയും ഒന്നിച്ച് ഒറ്റ വൈൻഡിങ്ങാണ്. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഐസൊലേഷൻ ട്രാൻസ്ഫോർമറും ഓട്ടോ ട്രാൻസ്ഫോർമറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐസൊലേഷൻ ട്രാൻസ്ഫോർമറിൽ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. ഓട്ടോ ട്രാൻസ്ഫോർമറിൽ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, ഒറ്റ വൈൻഡിങ്ങാണ്. അടുത്ത ചോദ്യം, ന്യൂട്രലിൽ 10-15 വോൾട്ട് വരുന്നു. ഐസൊലേഷൻ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചാൽ ഇത് ശരിയാകുമോ എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം അത് ശരിയാവും എന്നാണ്. ന്യൂട്രലിൽ 10-15 വോൾട്ട് വന്നാലും ഐസൊലേഷൻ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരിയായിട്ട് നമുക്ക് സെക്കൻഡറിയിൽ സ്റ്റഡി ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടും. മറ്റൊരു ചോദ്യം, ഫേസിൽ തൊട്ടപ്പോൾ താങ്കൾ ഇൻസുലേറ്റഡ് ആയിരുന്നില്ലേ എന്നാണ് ചോദ്യം. ഇൻസുലേറ്റഡ് അല്ല, ഞാൻ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. ഈ കാല് ശരിക്കും തറയിൽ തന്നെയാണുള്ളത്. എന്നിട്ട് ഇത് ടച്ച് ചെയ്യാം. സ്ക്രൂ ഡ്രൈവർ ഞാൻ ഇതിലിപ്പോൾ വോൾട്ടേജ് വരുന്നുണ്ട്, ഇതിൽ കറണ്ട് ഉണ്ട്. ഇത് ടെസ്റ്റർ കത്തുന്നത് നിങ്ങൾക്ക് കാണാം. ടെസ്റ്റ് കത്തുണ്ട്, ഇതിൽ വോൾട്ടേജ് ഉണ്ട്. നമുക്ക് അളന്ന് നോക്കാം എത്ര വോൾട്ട്സ് ഉണ്ട് നോക്കാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് AC എത്ര വോൾട്ട്സ് ഇതിൽ വരുന്നുണ്ട് എന്നിപ്പോൾ നോക്കാം. 216 വോൾട്ട്സ് ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട്. ഞാനിത് ടച്ച് ചെയ്യാണ്. ഇൻസുലേറ്റഡ് അല്ല. ടച്ച് ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കുന്നില്ല.
ഇതിലായാലും ഷോക്ക് അടിക്കില്ല. ന്യൂട്രലിലും ഫേസിലും നേരെ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബോഡിയിലാണ് പിടിച്ചിരിക്കുന്നത്. ഷോക്ക് അടിക്കുന്നില്ല, ഇപ്പോഴും ഷോക്ക് അടിക്കുന്നില്ല. അപ്പോൾ ഇൻസുലേറ്റഡ് അല്ലെങ്കിലും ഷോക്ക് അടിക്കില്ല. രണ്ട് ടെർമിനലും കൂടി ഒരേ സമയത്ത് തൊടാൻ പാടില്ല. ഒരേ സമയത്ത് ടച്ച് ചെയ്താൽ ഷോക്ക് അടിക്കും. ഫേസും ന്യൂട്രും കൂടി ഒന്നിച്ച് രണ്ട് കൈ കൊണ്ട്, ഒരു കൈ കൊണ്ട് ഫേസും ഒരു കൈ കൊണ്ട് ന്യൂട്രും പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും. മറ്റൊരു ചോദ്യം, ഈ ട്രാൻസ്ഫോർമർ തറയിൽ ഇറക്കി വെച്ചിട്ട് തൊട്ടാൽ ഷോക്ക് അടിക്കില്ല എന്നായിരുന്നു. അത് നമുക്കിപ്പോൾ നോക്കാം. ട്രാൻസ്ഫോർമർ ഇവിടെ തറയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തറയിലാണ് ഇരിക്കുന്നത്. ഞാൻ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല, നേരിട്ട് തറയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ. ഇപ്പം ഞാൻ ടെസ്റ്റർ വെച്ചിട്ട് നോക്കുന്നുണ്ട്. ഈ ടെസ്റ്റർ കത്തുന്നുണ്ട്, കത്തുന്നത് കാണാൻ നിങ്ങൾക്ക്. ഇനി ഞാൻ അതിൽ നേരിട്ട് ടച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതാ ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നേരിട്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ ബോഡിയിൽ പിടിച്ച് നേരെ ടച്ച് ചെയ്യുന്നു. ഷോക്ക് അടിക്കുന്നില്ല. ഞാൻ തറയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. ഷോക്ക് അടിക്കുന്നില്ല. തറയിൽ വെച്ചാലും ഷോക്ക് അടിക്കില്ല. ഈ വീഡിയോയിൽ നിങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് തന്നത്. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ തരം മൾട്ടിമീറ്റർ അൺബോക്സ് ചെയ്യുന്നത് കാണാം.